വിഷ്ണു, ഗുഡ് മോർണിംഗ്. എന്തൊക്കെ പ്രധാനപ്പെട്ട വാർത്തകൾ കൊച്ചിയിൽ, വിഷ്ണു? ഉന്മേഷ, ഈ ബജറ്റ് പ്രഖ്യാപനത്തിന് ശേഷമുള്ള തുടർ പ്രതികരണങ്ങൾ, അതോടൊപ്പം തന്നെ കൊച്ചിക്ക് വേണ്ടിയുള്ള പദ്ധതികൾ, അതെല്ലാം അതിന്റെ സമഗ്രമായ വാർത്തകൾ കൊച്ചിയിൽ നിന്നുണ്ടാകും. അതോടൊപ്പം തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇഡിയുടെ നീക്കമാണ്. ഇഡി ഇതിനോടകം തന്നെ 12ഓളം പേർക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. 21 ഇടങ്ങളിൽ ഇഡി നടത്തിയ പരിശോധനയിൽ ചില രേഖകൾ പിടിച്ചെടുത്തിരുന്നു. ആ രേഖകളിൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ആളുകൾക്ക് നോട്ടീസ് അയച്ചിട്ടുള്ളത്. ഒപ്പം ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട മുരാരി ബാബുവിനും നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഈ കേസിൽ ഏറ്റവും നിർണായകമായ ഒരു ഇഡി നടപടി നമ്മൾ പ്രതീക്ഷിക്കുന്നത് കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യുന്ന നടപടിയാണ്. ആദ്യഘട്ടത്തിൽ അദ്ദേഹവും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കുകയാണ്. അതിനുശേഷം വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ആദ്യം പ്രതികളെ ആയിരിക്കും ചോദ്യം ചെയ്യുക, അതിനുശേഷമായിരിക്കും ബാക്കിയുള്ള ആളുകളെ ചോദ്യം ചെയ്യാനുള്ള നടപടിയിലേക്ക് ഇഡി കടക്കുക. ഒപ്പം മറ്റ് പ്രധാനപ്പെട്ട വാർത്തകൾ, ഹൈക്കോടതിയിൽ നടക്കമുള്ള പ്രധാനപ്പെട്ട വാർത്തകൾ ഇന്ന് കൊച്ചിയിൽ സംഭവിക്കാനുണ്ട്. ഉന്മേഷം, വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.